കഴിഞ്ഞ സർക്കാർ ആരോരും അറിയാതെ ഒപ്പിട്ട പദ്ധതിയാണ് PM ശ്രീ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. LDF സർക്കാരിന്റെ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേർന്നില്ല. പദ്ധതി ഒപ്പിട്ട് പണം വരെ വാങ്ങിയവരാണ് LDF സർക്കാർ. ആദ്യം ഉപസമിതി വിഷയം പഠിക്കട്ടെ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. PMCയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി. ആ സബ് കമ്മിറ്റി ഒരു തവണ പോലും കൂടിയില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു. ഒപ്പിട്ടോണ്ടാ കിട്ടിയല്ലോ, ഒപ്പിട്ട് ആ പൈസ കിട്ടത്തില്ലായിരുന്നു. അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സബ് കമ്മിറ്റി, അത് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, സബ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന്. സബ് കമ്മിറ്റി രൂപീകരിച്ച് സബ് കമ്മിറ്റി കാര്യങ്ങൾ പഠിക്കട്ടെ. പഠിച്ച ശേഷം നമ്മൾ ആലോചിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ധനകാര്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി അവരിത് വാങ്ങണമെന്ന് തീരുമാനിച്ചതാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷഫീദ്, PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എന്തൊക്കെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. മുൻ സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം, അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ UDF സർക്കാർ തീരുമാനിക്കുമ്പോഴും അതിന് പ്രധാനപ്പെട്ട ന്യായമായി പറയുന്നത് കഴിഞ്ഞ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട MOU അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പിട്ടു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം നിർത്തിവെച്ച നടപടിയിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തമായ ഒരു മറുപടിയിലേക്ക് കടക്കുന്നുമില്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ആരോരും അറിയാതെ ഒപ്പിട്ട ഒരു പദ്ധതിയാണ്. LDF സർക്കാരിന്റെ ഉപസമിതി ഒരു തവണ പോലും കൂടിയിരുന്നില്ല. തങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉപസമിതി കൂടി തീരുമാനിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ പദ്ധതി ഒപ്പിട്ട് പണം വരെ വാങ്ങിയവരാണ് LDF സർക്കാർ എന്നും പണം വാങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ഉപസമിതിക്ക് പോലും വിട്ടതെന്നും ഇത്രയൊക്കെ ചെയ്തവർ തങ്ങളെ കുറ്റപ്പെടുത്തേണ്ട, ആദ്യം ഉപസമിതി വിഷയം പഠിക്കട്ടെ, ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അല്പസമയം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിവാദം ശക്തമാവുകയാണ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.